അകളി അട്ടപ്പാടിയുടെ കാവൽ ദൈവമായ മല്ലീശ്വരന്റെ അനുഗ്രഹത്തിനായി മല്ലീശ്വരൻ മുടിയിലെത്തി ജ്യോതി തെളിയിച്ച മലപൂജാരിമാർ. കഠിനവ്രതം അനുഷ്ഠിച്ച മലപൂജാരിമാർ വെള്ളിയാഴ്ച 9 മണിയോടെ പന്നിയൂർ പടികയിലെ ശിവക്ഷേത്രത്തിൽ തൊഴുത് ഭവാനിപ്പുഴയുടെ തീരത്തെത്തി. മല്ലീശ്വരൻ മുടിയിലെ പാർവതിക്കും ഈശ്വരനും നേദിക്കുന്നതിനുള്ള പാലും നെയ്യും ഭക്തർ മലപൂജാരിമാരുടെ മുളം തണ്ടിലൊഴിച്ചു. മുടുക വിഭാഗത്തിലെ 139 മലപൂജാരിമാരാണ് ഇത്തവണ മല കയറിയത്. 11 മണിയോടെ കൊല്ലംകടവ് ഊരിൽ നിന്ന് ഘോഷയാത്രയോടെ മല്ലീശ്വര വിഗ്രഹം ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിലെത്തി. പിന്നീട് താളമേളത്തിന്റെ അകമ്പടിയോടെ ഭവാനിപ്പുഴയുടെ തീരത്ത് കാത്തിരിക്കുന്ന മലപൂജാരിമാരുടെ അരികിലേക്ക്. തുടർന്ന് 139 മലപൂജാരിമാരും ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിലെത്തി. ഇരുള വിഭാഗത്തിൽ നിന്നുള്ളവരാണ് മല്ലീശ്വര ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത്. ഗോത്രാചാര പ്രകാരമുള്ള പൂജകൾക്കു ശേഷം ഭവാനിപ്പുഴ മുറിച്ചു കടന്ന് വീണ്ടും പന്നിയൂർ പടികയിലെ ശിവക്ഷേത്രത്തിലെത്തി തൊഴുത് പൂജാരിമാർ നിബിഡ വനത്തിലൂടെ മല്ലീശ്വര മുടിയിലേക്ക് യാത്ര തിരിച്ചു. അകളി എസ്ഐയും ഭീകരവിരുദ്ധ സേനയുടെ കമാൻഡറുമായ അബ്ദുൾ ഖയ്യൂമിന്റെ നേതൃത്വത്തിലുള്ള സായുധരായ 11 അംഗ സംഘവും മലപൂജാരിമാർക്ക് സുരക്ഷയൊരുക്കി. ഞങ്ങളുടെ പാരമ്പര്യ ഉത്സവമാണ് ശിവരാത്രി. ഞങ്ങൾ ജന്മകാല പണ്ട് കാലത്തൊട്ട് ഞങ്ങൾ ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് ശിവരാത്രി. അതിൽ ഞങ്ങൾ ആഘോഷിക്കുന്ന ശിവനും പാർവതിയാണ് ഞങ്ങൾ ആരാധിച്ച് വരുന്നത്. അപ്പം ഞങ്ങൾ വർഷത്തിൽ ഞങ്ങൾക്ക് ഓണം വിഷു ഒന്നുമില്ല. ഞങ്ങൾ ശിവരാത്രി മാത്രം ഞങ്ങൾക്ക് തുണി കുട്ടികൾക്ക് മക്കൾക്ക് എല്ലാവർക്കും എല്ലാ ആൾക്കാരും ഞങ്ങൾ ആദിവാസികൾ പുതിയ ഉടുപ്പേ ഞങ്ങൾ എടുക്കുള്ളൂ. ശിവരാത്രി മാത്രം ഞങ്ങൾ എടുക്കുള്ളൂ. ഓണത്തിന് ഞങ്ങൾക്കൊന്നും എടുക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ശിവനെ പാർവതിനെ ഞങ്ങൾ കണ്ട് തൊഴുത് ഇന്ന് മുടിയിൽ 6:30 തൊട്ട് 7 മണിയാകുമ്പോൾ തിരിതെളിയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ. അത് തൊട്ട് ഞങ്ങൾ വീട്ടിൽ വിളക്കൊന്നും കത്തിക്കില്ല. പൂജകൾക്കു ശേഷം രാത്രി 7:12 ജ്യോതി തെളിയിച്ചു. ശനിയാഴ്ച പുലർച്ചയ്ക്ക് മുളന്തണ്ടിൽ തീർത്ഥവുമായി മലയിറങ്ങുന്ന മലപൂജാരിമാർ 12 മണിയോടെ അടപ്പാറയിലെത്തി. റാഗി കൊണ്ടുള്ള അടയുണ്ടാക്കി കഴിച്ച് വ്രതം അവസാനിപ്പിക്കും. പന്നിയൂർ പടികയിലെ ശിവക്ഷേത്രത്തിലും ചെമ്മണ്ണൂർ മല്ലീശ്വര ക്ഷേത്രത്തിലുമെത്തി കാത്തിരിക്കുന്ന ഭക്തർക്ക് തീർത്ഥം നൽകും. CCN മണ്ണാർക്കാട്.